ഫുള്ള് വണ്ടി ഒരു പരുവായി കിടന്നേ. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ അവരടുത്ത് ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഏതോ വീഡിയോ ഉണ്ട്, അപ്പൊ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ വൃത്തിയാക്കി വണ്ടി നോക്കുമ്പോൾ ഒരു മാരക വണ്ടി, ഒരു രക്ഷയില്ലാത്ത ഒരു മാരക സൈസ് സാധനം. എന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് ഈ വണ്ടിയുടെ. അപ്പോൾ വണ്ടി അവർ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്, ഗ്ലാസ് കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യം വെച്ചെന്ന് വെച്ചാൽ മഴ പെയ്ത് വല്ലതും വൃത്തിയായതായിരിക്കും, പക്ഷെ അല്ല. നമ്മളെ പുറത്തുനിന്ന് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട് വണ്ടി. ഏറ്റവും വലിയ ഡിസൈൻ, ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് പറഞ്ഞ ടാറ്റാ സിയറയുടെ എപ്പോഴും ഈ ഒരു ഭാഗമാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. മറ്റേ കണ്ണാടി ചില്ലൊക്കെ വെച്ചിട്ട് എന്ത് രസമെന്ന് അറിയാം കാണാൻ. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പുറത്തൊരു കോളേജ് ഉണ്ട്, ഭുവൻ കോളേജ് എന്ന് പറഞ്ഞാൽ, ആ പുള്ളിക്കാരൻ്റെയാണ് ഈ വണ്ടി. അവർ കുറെ കാലം യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇത് കംപ്ലൈന്റ് ആയി, പാർട്സ് ഒന്നും കിട്ടാതെയൊക്കെ ഏട്ടൻ കണ്ടാന്ന് തോന്നുന്നു. പക്ഷെ കൊടുക്കുന്നില്ല, എത്ര ചോദിച്ചിട്ടും അവർ കൊടുക്കുന്നില്ല. എന്തായാലും നമ്മൾ ആവുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. അവരടുത്ത് കുറെ ചോദിച്ചു, ഒരു വണ്ടി കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. ഈ ഏരിയയും വൃത്തിയാക്കിയിട്ട്, പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം, ഈ ഏരിയയൊക്കെ ഒരുപാട് വൃത്തിയാക്കിയിട്ട് വണ്ടിയൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ആയതുകൊണ്ടായിരിക്കണം ഇതിൽ നിന്ന് സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ല. അകത്തേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടോ, സീറ്റൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെയാണ്. വീൽ കപ്പൊക്കെ ഒരു ബാക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി എന്ത് പറയണ്ട, ഒന്നും പറയില്ല. വണ്ടി അകംഭാഗം ഇത്രയും കിടിലായ അഹംഭാവം ഉള്ളൊരു വണ്ടി എന്നൊക്കെ പറയത്തില്ലേ. ടാറ്റയുടെ അടുത്തൊക്കെ ഒരു നമ്മൾ നമിച്ചു പോണ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ ഇതാ.